നമസ്കാരം. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലും ചെവിടിലും മുഴങ്ങിക്കേൾക്കുന്നത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ നിലവിളിയാണ്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ തനിക്ക് എന്താണ് ലൈംഗികത എന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ 3.5 വയസ്സുള്ള ആ കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിനറിയില്ല ഇതെന്താണ് സംഭവമെന്ന്. എന്നിട്ടും സുഹാഷ് എന്ന അച്ഛൻ്റെ അനിയൻ, ചെറിയച്ഛൻ തന്നെ താലോലിച്ച് എല്ലാവരുടെയും മുന്നിൽ സ്നേഹത്തോടെ കൊണ്ട് നടക്കുമ്പോൾ ആ കുഞ്ഞ് ആരോടും പറഞ്ഞില്ല. പക്ഷേ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തൻ്റെ കുഞ്ഞിനെ ചെറിയച്ഛൻ ക്രൂരമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളുടെ ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ടാണ് ആ അമ്മ ചെറിയച്ഛനെതിരെ ഒരു പരാതി പോലും കൊടുക്കാതെ വന്നത്? അതിനുള്ളൊരു മറുപടി കൂടി ഇപ്പോൾ പോലീസിൽ നിന്ന് വരികയാണ്. ഈ സന്ധ്യ എന്ന് പറയുന്ന അറസ്റ്റിലായ അമ്മയുടെ മറ്റ് ബന്ധു, അതായത് അച്ഛൻ്റെ ബന്ധുവായ സഹോദരൻ സുഹാഷാണ് പീഡിപ്പിച്ചതെങ്കിൽ മറുഭാഗത്ത് അമ്മയുടെ ബന്ധു കൂടി പീഡിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ നിജസ്ഥിതി ഇതുവരെ പൂർണ്ണമായി വന്നിട്ടല്ല, പോലീസ് അന്വേഷണത്തിലാണ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഇത്രയും ക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തീർത്ത് പറയാൻ പറ്റും. ഒരു പിഞ്ചു പൈതലിന് അരുതെന്ന് പറയാൻ പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത സമാനതകളില്ലാത്തതാണ്. നിഷ്ഠൂരം, കിരാതം, അങ്ങനെയൊക്കെ പറയാമെങ്കിൽ അതിനേക്കാളൊക്കെ ഭീകരമാണ്. എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ഇത് കഴിയുക? നൊന്ത് പ്രസവിച്ച് വളർത്തിയെടുത്ത അമ്മ 10 മാസം വയറ്റിലിട്ട് വളർത്തിയാണ് കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നത്? ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞ് ചാലക്കുടി പുഴയിലൂടെ കുത്തൊഴുകി വരുന്ന വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്നതിന് പകരം ആ മണൽപ്പരപ്പിൽ കിടന്നതുകൊണ്ടാണ് ബോഡി പെട്ടെന്ന് കിട്ടാൻ കഴിഞ്ഞത്. അന്ന് 18-ാം തീയതി അപ്രത്യക്ഷമായ കുട്ടിയെ കിട്ടാൻ വേണ്ടി പലതരത്തിലും ഓടുമ്പോൾ അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് ബസ്സിൽ യാത്ര ചെയ്ത കാര്യവും ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം കണ്ടക്ടർ പറയുന്ന കാര്യവുമെല്ലാം കൂട്ടിച്ചേർത്താണ് പിന്നീട് അവർ കൊലപാതകം നടത്തി എന്നുള്ള വിവരം കൃത്യമായി മനസ്സിലാക്കുന്നത്. എന്തിനാണ് കൊലപാതകം നടത്തിയത്? ഇവിടെയാണ് ചോദ്യം. സ്വന്തം മകളെ, ജീവന് തുല്യം സ്നേഹിച്ച ആ മകളെ എന്തിനു വേണ്ടിയിട്ടാണ് ചാലക്കുടി പുഴയിലൂടെ വെരിമാറിലേക്ക് എറിഞ്ഞു കൊടുത്ത് അങ്ങനെ ജീവൻ എടുപ്പിച്ചത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം വരികയാണ്. തൻ്റെ കുഞ്ഞ് നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ പീഡനം സഹിക്കവയ്യാതെ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് ഈ അമ്മ മാത്രമാണ്. ആ അമ്മയ്ക്ക് മനസ്സിലായി ഇനി ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല. ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച് ഇതാവുന്നതിനേക്കാൾ നല്ലത് ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയാണ് ആ അമ്മ ചാലക്കുടി പുഴയിലേക്ക് ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞത്. യഥാർത്ഥത്തിൽ ആ അമ്മ കുറ്റക്കാരിയാണോ? സ്വന്തം ബന്ധുവും അതേപോലെ അച്ഛൻ്റെ ബന്ധുവും ഈ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ അമ്മ ആ സ്വന്തം ഭർത്താവിനോട് തെറ്റി അടിപിടി കൂടി നടക്കുമ്പോൾ ആ അവസരം മുതലെടുത്ത് മറ്റു ബന്ധുക്കൾ ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഇവർ എങ്ങനെ തിരിച്ചറിഞ്ഞത് എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. ഇവർ തന്നെ ആ സഹോദരൻ്റെ ലൈംഗിക പീഡനത്തിനിരയായിട്ടുണ്ടോ? അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അതേപോലെ തന്നെ ഈ പറയുന്ന സ്വന്തം ബന്ധു ആരാണ്? ആ ബന്ധുമായിട്ടുള്ള ഈ പറയുന്ന സന്ധ്യയുടെ ബന്ധം എന്താണ്? വളരെ ദുരൂഹതകൾ കലർന്ന ഒരു കേസന്വേഷണമാണ് പോലീസിന് മുന്നിൽ വന്നിരിക്കുന്നത്. എന്തായാലും ചെങ്ങമനാട് പോലീസിനെ അതേപോലെ പുത്തൻകുരിശ് പോലീസിനെയും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പോലീസിന് നിഷ്പക്ഷമായി ആരുടെയും സമ്മർദ്ദമില്ലാതെ കൃത്യമായി അന്വേഷിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അവർ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കേരള പോലീസ് എന്ന് പറയുന്നത് അവർ കൃത്യമായി കഴിവുള്ളവരാണ്. അവർക്ക് യാതൊരു സമ്മർദ്ദവുമില്ലെങ്കിൽ, മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകമില്ലെങ്കിൽ അവർ കൃത്യമായി തന്നെ അന്വേഷണം നടത്തി ശാസ്ത്രീയമായി കൃത്യതയോടുകൂടി അവരെ അന്വേഷണം നടത്തും. ഇവിടെ
ഈ ആദ്യ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം കിട്ടുന്നതിന് മുമ്പ് അമ്മ മാത്രമാണ് പ്രതി എന്നുള്ള നിലയിലായിരുന്നു പോലീസ് പോയിരുന്നതെങ്കിൽ പിന്നീട് പോസ്റ്റ്മോർട്ടം കിട്ടിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. കുട്ടിയുടെ ലൈംഗികാവയവങ്ങളെല്ലാം തകർക്കപ്പെട്ടിരുന്നു, മുറിവുകളുണ്ടായിരുന്നു, ക്രൂരമായ മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വന്നത്. അത്രയ്ക്കും ഭീകരമായ രൂപത്തിൽ ആ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതിൻ്റെ കൃത്യമായ വിവരങ്ങൾ വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിപ്പോയി. സാധാരണ പ്രായം ചെന്ന ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ് ആ കുട്ടിയോട് ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തെളിയുന്നത്. ഇത് കണ്ട് ഞെട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ആരെല്ലാമാണ് ഈ കുട്ടിയുടെ കൂടെ തലേ ദിവസം ചെലവഴിച്ചതെന്നും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണ് സുഭാഷ് എന്ന് പറയുന്ന സുഭാഷിൻ്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ്റെ സഹോദരൻ സുഭാഷിനെ പോലീസ് നോട്ടമിടുന്നത്. അന്നേ ദിവസം കുട്ടിയുടെ ബോഡി വന്നപ്പോൾ ശവസംസ്കാര ചടങ്ങിൽ ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞിട്ടുള്ളതും ഈ സുഹാഷാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു സുഹാഷ്. അതല്ലെങ്കിൽ ആ കുട്ടിയോടുള്ള വല്ലാത്ത അടുപ്പം, മാനസികമായ അടുപ്പമുണ്ടായിരിക്കാം. ആ മാനസികമായ അടുപ്പം പിന്നീട് അത് ഈ സെക്ഷൽ ബന്ധത്തിലേക്ക് പോയതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് തെളിവുകൾ ലഭിച്ചിരുന്നു. പോർണോ സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്ന, വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ആനന്ദം കണ്ടെത്തുന്നവരുടെ വീഡിയോകളാണ് അദ്ദേഹത്തിൻ്റെ മൊബൈലിലുണ്ടായിരുന്നത്. ആ മൊബൈൽ ചിത്രങ്ങൾ ധാരാളം മതിയായിരുന്നു ഈ കുട്ടിയെ പീഡിപ്പിച്ച അദ്ദേഹം തന്നെയാണെന്ന് കണ്ടെത്താൻ. അതുമാത്രമല്ല, തലേ ദിവസം മാത്രമല്ല, സ്ഥിരമായി എല്ലാവരും കാണുന്നതാണ് ഈ കുട്ടിയെയും കൊണ്ട് സ്നേഹിച്ച് ലാളിച്ച് പുന്നരിച്ച് സുഹാഷ് നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ അവർ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഒരു അനുഭവ പാഠം ഇതിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ കാണുന്ന സ്നേഹമൊന്നും സത്യമല്ല എന്നും അതിൻ്റെ പിന്നിലൊരു വലിയൊരു വില്ലൻ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും തെളിയിക്കുന്നതാണ് ഈ കൊലപാതകം. ഈ കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ അമ്മയും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരനാണ് സുഭാഷുമാണ്. ഇന്ന് രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി രണ്ടുപേരെയും ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യുമ്പോൾ അമ്മയ്ക്കും സുഹാഷിനുമുള്ള ബന്ധം എന്തായിരുന്നുവെന്ന് തെളിയിക്കാൻ പറ്റും. അതിൽ അമ്മ ഇന്നലെ കസ്റ്റഡിയിലിരുന്ന് ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു തരത്തിലും മറുപടി തരാൻ തയ്യാറാവാത്ത അവസ്ഥയിലായിരുന്നു. അവരുടെ മാനസിക നില പൂർണ്ണമായും തകർന്നു എന്നാണ് പോലീസ് നിരീക്ഷിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനാവാത്ത ഒരു മാനസികാവസ്ഥയിലിരുന്ന അമ്മ ഈ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ, ഒരു കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ തീർച്ചയായും അമ്മയ്ക്ക് വല്ലാത്ത മാനസികമായ ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയെങ്കിലും കുഞ്ഞ് രക്ഷപ്പെട്ടെ ഈ കാബാലികരിൽ നിന്ന് എന്നുള്ളതായിരിക്കാം അമ്മ ഉദ്ദേശിക്കുന്നത്. താനും പെട്ടു, ഇനി കുഞ്ഞും നശിക്കപ്പെടരുത് എന്നുള്ള ചിന്തയായിരിക്കാം ഈ അമ്മയെ ഇത്തരം ക്രൂരകൃത്യത്തിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തത്. അവർ അങ്കനവാടിയിൽ നിന്ന്, ആലുവയിലുള്ള അങ്കനവാടിയിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ അവർക്കോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലുള്ളവർക്കോ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂഴിക്കര പാലത്തിന് സമീപം വാഹനം നിർത്തി എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞതോടെയാണ് ഈ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞതാണ് എന്നുള്ള അവസാനം സമ്മതിക്കേണ്ടി വന്നത്. എന്നാൽ പോലീസിൻ്റെ കുറ്റമറ്റ അന്വേഷണം നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. കേരള പോലീസ് എല്ലാവരും കള്ളന്മാരാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. പിണറായി വിജയൻ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ, അല്ലെ പി ശശിയെ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ, എന്നെപ്പോലുള്ള ആളുകൾക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നതിൽ മിടുക്കന്മാരാണ് കേരള പോലീസ്. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും തലമറന്ന് എണ്ണ തേച്ചുകൊണ്ടാണ് കള്ളക്കേസ് എടുക്കാറ്. യാതൊരു തെളിവുമില്ലാത്ത കേസുകളിലാണ് ഇവർ IT ആക്ട് 67A നോൺ ബെയിലബിൾ വകുപ്പുകളെല്ലാം ഇട്ട് കേസിൽ കൊടുക്കാൻ ശ്രമിക്കാറ്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 90% പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളരെ മാന്യന്മാരാണ്. അവർക്ക് കൃത്യമായി യാതൊരു സമ്മർദ്ദവുമില്ലാതെ അന്വേഷിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ഈ കേസിലെ പോലെ അവർ കൃത്യമായി അന്വേഷിക്കും, കുറ്റവാളികളെ കണ്ടെത്തും, ജയിലിലടയ്ക്കുകയും ചെയ്യും.
10% വരുന്ന ജയകുമാർ പോലെയുള്ള എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ACP ജയകുമാറിനെ പോലെയുള്ള കാബാലികർ എന്ന് പറയാം. അവർ കള്ളക്കേസ് എടുക്കുന്ന ആൾക്കാരെ കാബാലികർ എന്ന് തന്നെയാണ് പറയുന്നത്. അവരെ പോലുള്ള ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മാന്യന്മാരായ പോലീസ് ഓഫീസർമാരാണ് തെളിയിക്കുന്നതാണ് ഈ കേസ് അന്വേഷിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മികവുറ്റ അന്വേഷണ രീതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്. എന്തായാലും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ പീഡിപ്പിച്ച് വല്ലാതെ നീറി ഉള്ള കരച്ചിൽ ഇനി കേൾക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ അമ്മ പുഴയിലേക്ക്, ചാലക്കുടി പുഴയിലൂടെ വിരുമാറിലേക്ക് ആ കുട്ടിയെ എറിഞ്ഞുകൊടുത്ത് സമർപ്പിച്ചത് എന്ന് വേണം നമുക്ക് കരുതാൻ. നന്ദി, നമസ്കാരം.